അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾക്കെല്ലാവർക്കും പ്രപഞ്ചനാഥനായ ദൈവത്തിൻ്റെ സമാധാനമുണ്ടാവട്ടെ. ഭൂമിയിൽ എല്ലാവർക്കും സമാധാനപരമായി ജീവിക്കാൻ ദൈവം തമ്പുരാൻ തുണക്കട്ടെ. ഇന്നത്തെ വിഷയം സൈക്കോളജിയാണ്. ഒരുപക്ഷെ സൈക്കോളജി വിദ്യാർത്ഥികൾ കേട്ടിരിക്കുന്ന വിഷയമാണിത്. സൈക്കോളജി എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷൻ അനാലൈസിസ്. ഒരു മനുഷ്യൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്മെൻറ്റ്, അതുപോലെ ഒരു മനുഷ്യൻ്റെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, അതുപോലെ അവൻ്റെ റിലേഷൻസിൻ്റെ ബന്ധം നമ്മൾ നന്നാക്കിയെടുക്കൽ, ഇതിലേക്ക് ഉപയോഗപ്പെടുത്തുന്ന ഒരു സൈക്കോളജിക്കൽ സിസ്റ്റമാണ്, ഒരു തെറാപ്പിയാണ് സൈക്കോളജി. വ്യവഹാര അപഗ്രഥനമെന്ന് പറയാം. ഏതാണ്ട് 1950 കാലഘട്ടങ്ങളിൽ എറിക് ബേൺ എന്നറിയപ്പെടുന്ന ഒരു സൈക്കാട്രിസ്റ്റ്, കനഡിക്കൻ സൈക്കാട്രിസ്റ്റ് ഉണ്ടാക്കിയെടുത്ത് ഡെവലപ്പ് ചെയ്ത ഒരു സൈക്കോളജി ബ്രാഞ്ചാണ്. ഇതിൽ അദ്ദേഹം പ്രതിപാദിക്കുന്നത് മനുഷ്യന് 3 ഈഗോ എന്നാണ്. ഒരു മനുഷ്യന് അവൻ്റെ പാരൻ്റൽ ഈഗോ, അതുപോലെ തന്നെ ചൈൽഡ് ഈഗോ, അഡൾട്ട് ഈഗോ. ഒരു വ്യക്തിയിൽ 3 സ്വഭാവത്തിലുള്ള പേഴ്സണാലിറ്റി ഉണ്ട് എല്ലാ വ്യക്തികളിലും. ഈ 3ൻ്റെ സമന്വയമാണ്, അല്ലെങ്കിൽ ഈ 3-ൽ ഏതായിരിക്കുമോ ഡൊമൈൻ ചെയ്യുന്നത് അതായിരിക്കും അവൻ്റെ സ്വഭാവം. നമുക്കറിയാം, നമ്മുടെ ഫിസിയോളജിക്കലി നമുക്ക് വരുന്ന പല അസുഖങ്ങളും നമ്മുടെ സ്വഭാവ രീതികളൊക്കെ എന്താണ്, ഒരു 30% ജനറ്റിക്കാണ്, പിന്നെ എൻവയോൺമെൻ്റലാണ്, പിന്നെ വാട്ട് വി അക്വയർ ഫ്രം ഔട്ട്സൈഡ്. അപ്പോൾ ഒരു വ്യക്തിയിൽ അവൻ്റെ പാരൻ്റൽ, അവനെ വളർത്തി വലുതാക്കിയ, നേർട്ടർ ചെയ്ത അവൻ്റെ പാരൻസ്, അവൻ്റെ ഗുരുക്കൾ, അവൻ്റെ അധ്യാപകന്മാർ, അവൻ്റെ സറൗണ്ടിങ്സ്, അവൻ്റെ കോളേജ്, അവൻ്റെ ചിന്ത, അവൻ്റെ ഐഡിയോളജി, ഇതൊക്കെ സ്വാധീനിക്കുന്ന മേൽ പാരൻ്റൽ. അപ്പോൾ ഒരു വ്യക്തിയിൽ അവൻ്റെ പാരൻ്റൽ ഈഗോ ഉണ്ടാകും. അതുപോലെ തന്നെ അവൻ്റെ ഏറ്റവും പ്യൂർ നേച്ചറായിട്ടുള്ള അവൻ്റെ സെൽഫ് ചൈൽഡ് ഈഗോ ഉണ്ടാവും. അത് ഖുർആൻ്റെ ഭാഷയിൽ, അല്ലെങ്കിൽ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഭാഷയിൽ പറയുകയാണെങ്കിൽ, എല്ലാ കുട്ടിയും കുല്ലു മൗലൂദിൻ യൂലദു അലാ ഫിത്ര, എല്ലാ കുട്ടിയും ജനിക്കുന്ന ഓൾ ആർ ബോൺ ഇൻ എ പ്യൂർ നേച്ചർ ഇറസ്പെക്റ്റീവ് ടു ദ റിലീജൻ. ഏത് മതമായിക്കോട്ടെ, ഏത് സമുദായമായിക്കോട്ടെ, മനുഷ്യക്കുട്ടി ജനിക്കുമ്പോൾ അവൻ പ്യൂർ നേച്ചറിലാണ് ജനിക്കുന്നത്. പിന്നെ അവൻ്റെ ചുറ്റുപാട്, അവൻ്റെ മാതാപിതാക്കൾ അവരവരുടെ കാഴ്ചപ്പാടനുസരിച്ച് മാറ്റിയെടുക്കുന്നു. അപ്പോൾ പ്യൂർ നേച്ചർ. പിന്നെ ഇതൊക്കെ അവൻ കൂട്ടിയിണക്കിയിട്ടുള്ള അവൻ്റെ അഡൾട്ട് ഈഗോ. ഈ 3 ഈഗോ ഉണ്ട്. ഈ 3 ഈഗോയാണ് നമ്മൾ എങ്ങനെ സംസാരിക്കണം, നമ്മളോട് മറ്റു കൂട്ടർ എങ്ങനെ സംസാരിക്കണം, ഈ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ അത് ക്രോസ് ആണോ, അത് സ്ട്രൈറ്റ് ആണോ എന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ 4 നിലപാട് സ്വീകരിക്കും. മനുഷ്യരുമായി സംവദിക്കുമ്പോൾ, മനുഷ്യരുമായി നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ സംസാരം ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്നത് അവൻ്റെ നല്ല സംസാരമാണ്. ഒരു മനുഷ്യൻ്റെ ബന്ധങ്ങളെ രൂഢമൂലമാക്കുന്നത് അവൻ്റെ സംസാരമാണ്. അവൻ്റെ ഏത് മേഖലയായിക്കോട്ടെ അവിടെ ഉയർന്ന അവസ്ഥയിൽ അവൻ എത്തുന്നത് അവൻ്റെ സംസാരമാണ്, അവൻ്റെ പെരുമാറ്റമാണ്, അവൻ്റെ ബിഹേവിയറാണ്. ഇത് നമ്മുടെ സോഷ്യോളജിയിലും നമ്മുടെ മറ്റെല്ലാ വൈജ്ഞാനിക മേഖലയിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. ഒരു വ്യക്തി അവൻ്റെ പേഴ്സണൽ ഡെവലപ്മെൻറ്റ് നടത്തിക്കൊണ്ടേയിരിക്കണം, സെൽഫ് ഇൻട്രോസ്പെക്ഷൻ നടത്തിക്കൊണ്ടേയിരിക്കണം. അവൻ്റെ സ്വഭാവ വൈകല്യങ്ങൾ അവൻ നന്നായിക്കൊണ്ടേയിരിക്കണം. അവൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അവൻ നന്നാക്കിയെടുക്കണം. അവൻ്റെ മറ്റു റിലേറ്റീവ്സുമായിട്ടുള്ള ബന്ധങ്ങൾ നന്നാക്കിയെടുക്കണം. അതെന്ത് ചെയ്യണം? ആദ്യം നമ്മുടെ സംസാരം നന്നാവണം. സംസാരമാണ് ഏറ്റവും പ്രധാന ഘടകം. അപ്പോൾ സംസാരിക്കുമ്പോൾ നമ്മൾ സ്ട്രൈറ്റ് ടോക്ക്, നമ്മൾ ശരിക്കും സംസാരിക്കുക. മറ്റുള്ളവർ നമ്മളോട് ശരിക്കും സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ധരിക്കണം അത് സ്ട്രൈറ്റ് ട്രാൻസാക്ഷൻ ആയിരിക്കണം. അത് ക്രോസ് ആകുമ്പോൾ പ്രശ്നമാണ്. ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും 4 നിലപാട് നമ്മൾ സ്വീകരിക്കും. എല്ലാവരും ഓക്കെയാണ്, ഐ ആം ഓക്കെ, യു ആർ ഓക്കെ. നമ്മളിൽ പോരായ്മയുണ്ട്, നമ്മൾ ഗുണങ്ങളുണ്ട്. അത് നമ്മളെ SWOT അനാലൈസ് സിസ്റ്റമിലൂടെ നമ്മൾ മാറ്റിയെടുക്കണം. SWOT നമുക്കറിയാലോ, ഇറ്റ്സ് ആൻ ആക്രോണിം ഓഫ് സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ത്രെറ്റ്സ് എന്ന് പറയുന്ന ഒരു പല ഇൻഡസ്ട്രികൾ, പല കമ്പനികളിലും പല സ്കൂൾ സ്ഥാപനങ്ങളിലൊക്കെ നടത്തുന്ന ഒരു SWOT അനാലൈസ് സിസ്റ്റം ഉണ്ട്. അത് ഓരോ വ്യക്തിയും ചെയ്യണം.
അപ്പോൾ നമ്മുടെ വീക്ക്നെസ്, നമ്മുടെ പോരായ്മ സ്വന്തം മനസ്സിലാക്കുക. പൊതുവെ നമ്മൾ എല്ലാവരും ഒരുപോലെയാണ്. ഐ ആം ഓക്കെ, യു ആർ ഓക്കെ. ഇതാണ് പൊതുവെ സ്വീകാര്യമായിട്ടുള്ള ട്രാൻസാക്ഷൻ. രണ്ടാമത്തത് ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഞാൻ വലിയ സംഭവമാണ്, നീ ഒന്നും അല്ല. ഇതെന്താണ്? ഇതൊരിക്കലും സ്വീകാര്യമായിട്ടുള്ള ഒരു നിലപാടല്ല. അത് പൈശാചികമാണ്, പിശാചിൻ്റെ രീതിയാണ്. നീ മോശമാണ്, ഞാൻ നല്ലവനാണ് എന്ന് പറയുന്ന രീതി. അത് ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല, ദൈവം തമ്പുരാൻ ആദം അലൈഹിസ്സലാമിന് വേണ്ടി സാഷ്ടാംഗം ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ പിശാച് പറഞ്ഞു, ഞാൻ ചെയ്യില്ല, എന്നെ ദൈവം സൃഷ്ടിച്ചത് തീ നിന്നിട്ടാണ്. അങ്ങനെ അറഗൻറ്റ് അഹംഭാവം മറ്റും കാരണമായിട്ട് അവനെ ദൈവം ശപിച്ചു. അപ്പോൾ പറഞ്ഞു വരുന്നത് അത് പൈശാചികമാണ്. മൂന്നാമത്തത് എന്താണ്? സ്റ്റാറ്റസ്. ഐ ആം നോട്ട് ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഞാനും ശരിയില്ല, നീയും ശരിയില്ല. ഇതൊരു ഡിപ്രസ്ഡ് മൈൻഡ് ഉണ്ടാകുന്നതാണ്, ഒരു വീക്ക് മൈൻഡ് ഉണ്ടാകുന്ന ആശയമാണ്. ഞാനും ശരിയില്ല, നീയും ശരിയില്ല. നാലാമത്തെന്താണ്? യു ആർ ഓക്കെ, ഐ ആം നോട്ട് ഓക്കെ. ഇതും സ്വീകാര്യമല്ല. നീ വേഗം സംഭവമാണ്, ഞാൻ ഒന്നുമല്ല എന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഏതായാലും നല്ലൊരു ട്രാൻസാക്ഷൻ കീപ്പ് ചെയ്യണമെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഐ ആം ഓക്കെ, യു ആർ ഓക്കെ എന്ന നിലപാട് സ്വീകരിക്കണം. ഇതുതന്നെയാണ് ഖുർആനും പറയുന്നത്. ഖുർആൻ പ്രത്യേകിച്ച് സൂറത്തുൽ അഹ്സാബിൽ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വഖൂലു ഖൗലൻ സദീദ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമ. അല്ലേ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടണം. അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാണ് ഏറ്റവും ഉത്തമം. സത്യവിശ്വാസികളായതുകൊണ്ട് കാര്യമില്ല, മറിച്ച് അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാകണം. മാത്രവുമല്ല, മൂന്നാമത്തെ ഘടകം എന്തറിയോ? വഖൂലു ഖൗലൻ സദീദ. യു ജസ്റ്റ് സ്പീക്ക് ടു പീപ്പിൾ വിത്ത് സ്ട്രൈറ്റ് ലാംഗ്വേജ്. സ്പീക്ക് സ്ട്രൈറ്റ്ലി. ക്രോസ് ട്രാൻസാക്ഷൻ പറ്റില്ല. നല്ല നിലക്ക് മറ്റുള്ളവരെ അപമാനിക്കാതെ കാര്യങ്ങൾ ബോധ്യപ്പെടുന്ന ലോജിക്കായിട്ട് നല്ല നിലക്ക് സന്തോഷിപ്പിക്കുന്ന നിലക്ക് സംസാരിക്കണം. കൂലു കൗലൻ സദീദ. സത്യമേ പറയാവൂ. സത്യം പറയുമ്പോഴും അരോചകമാവരുത്. ശരിക്കും അവനെ മനസ്സിലാക്കി കൊടുത്ത് പറയണം. നല്ല നിലക്ക് സംസാരിക്കണം. നല്ല വാക്കുകൾ ഉപയോഗപ്പെടുത്തണം. നല്ല ശൈലി സ്വീകരിക്കണം. സ്വീകാര്യമായിരിക്കണം. നല്ല റിസപ്റ്റീവ് ശൈലിയായിരിക്കണം. എന്താണ് പറഞ്ഞത് ഇവിടെ? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ. എന്നാൽ യുസ്ലിഹ് ലക്കും അഅമാലക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു നന്നാക്കി തരും. അതാണ് നമുക്ക് ആവശ്യം. നമ്മുടെ പ്രവർത്തനം നന്നാക്കി തരും അള്ളാഹു. ദൈവം തമ്പുരാൻ നമ്മുടെ പ്രവർത്തനങ്ങളെ നന്നാക്കി തരും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങൾ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പുറത്തു വരും. ഏറ്റവും വലിയ സന്തോഷ വാർത്ത. സത്യവിശ്വാസി എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നതാണ് തെറ്റുകുറ്റങ്ങൾ പൊറുക്കപ്പെടണം, ദൈവം എന്നെ ഇഷ്ടപ്പെടണം, അള്ളാഹു എന്നെ ഇഷ്ടപ്പെടണം. വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമ. അങ്ങനെ ദൈവത്തെയും അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ തിരുദൂതരായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളെയും ആരെ അനുസരിക്കുന്നുവോ അവൻ അതിമഹത്തായ വിജയം വരിച്ചിരിക്കുന്നു. അപ്പോൾ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ ലോകത്തെ ഏറ്റവും നല്ല മാർഗദർശനം നൽകുന്ന, നല്ല സംസ്കാരം പഠിപ്പിക്കുന്ന, നല്ല സ്വഭാവം പഠിപ്പിക്കുന്ന, നല്ല ജനങ്ങളുമായി നല്ല നിലക്ക് ഇടപെടാൻ പഠിപ്പിക്കുന്ന പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ദീൻ അവിടെ നമ്മൾ പഠിപ്പിക്കുന്നത് സത്യവിശ്വാസികൾ സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും നല്ല നിലക്കായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ഒരു സൈക്കോളജിയിൽ മാത്രമല്ല, നമ്മുടെ ഇസ്ലാമിക് സൈക്കോളജിയിലും ഖുർആൻ സൈക്കോളജി അല്ലെങ്കിൽ ഹദീസ് സൈക്കോളജിയിൽ അല്ലെങ്കിൽ സ്പിരിച്വൽ സൈക്കോളജിയിലേക്ക് ഈ കാര്യം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എല്ലാവരും ആഗ്രഹിക്കുന്ന, മതബോധമുള്ള, സനാതന മൂല്യങ്ങൾ അംഗീകരിക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുന്നത് നല്ല മനുഷ്യനാവണം. നല്ല മനുഷ്യനാവണമെങ്കിൽ നല്ല നാവുണ്ടായിരിക്കണം, നല്ല സംസാരമുണ്ടായിരിക്കണം, നല്ല പെരുമാറ്റം വേണം. ഇതൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിച്ചുകൊണ്ട് സൈക്കോളജിയിലൂടെ നമ്മളെപ്പറ്റി മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ട്രാൻസാക്ഷൻസ് ഇറ്റ് ഷുഡ് ബി സ്ട്രൈറ്റ്. എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക, പഠിക്കുക, നല്ല കാര്യങ്ങളൊക്കെ സ്വാംശീകരിച്ചുകൊണ്ട് കഴിവിൻ്റെ പരമാവധി നമ്മുടെ കമ്മ്യൂണിക്കേറ്റീവ് സ്റ്റൈൽ, നമ്മുടെ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് നന്നാക്കിയെടുക്കുക, നമ്മുടെ ബന്ധങ്ങൾ നന്നാക്കിയെടുക്കുക. നമ്മൾ എല്ലാവരും നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ദൈവം തമ്പുരാൻ തുണക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.